സി ലാംഗ്വേജ് ചാപ്റ്റർ 1 വളരെ പവർഫുള്ളായ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി. സിസ്റ്റം സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. 1972 കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ബെൽ ലബോറട്ടറിയിൽ വെച്ച് ഡെന്നിസ് റിച്ചിയും ബ്രിയാൻ ഡബ്ല്യു കെൻഹാമും കൂടി ഡെവലപ്പ് ചെയ്തതാണ് സി ലാംഗ്വേജ്. ബി എന്ന ബേസിക് കമ്പൈൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നാണ് സി ഉണ്ടായത്. ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം ഉണ്ടാക്കുന്നതിനാവശ്യമായ നിരവധി ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകളും ഓപ്പറേറ്റുകളും സിയിലുണ്ട്. സി ഒരു മെഷീൻ ഇൻഡിപെൻഡന്റ് ലാംഗ്വേജ് ആണ്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സി പ്രോഗ്രാം മറ്റൊരു കമ്പ്യൂട്ടറിലും അതേപോലെ തന്നെ ഉപയോഗിക്കാം. സി ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നത് കീവേഡ്സ് ഉപയോഗിച്ചാണ്. കീവേഡ്സ് ഇംഗ്ലീഷിലാണ് നൽകുന്നത്. പക്ഷെ കമ്പ്യൂട്ടറിന് മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാകൂ. സീറോസും വൺസും മാത്രമുള്ള ലാംഗ്വേജ് ആണ് മെഷീൻ ലെവൽ ലാംഗ്വേജ്. സിയിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. അതിന് കമ്പൈലറുകൾ ഉപയോഗിക്കുന്നു. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുവാനാണ് കമ്പൈലറുകൾ. സിക്ക് നിരവധി കമ്പൈലറുകളുണ്ട്. ടെർബോസിംഗ്, ബോർലാൻഡ് സി എന്നിവ ഉദാഹരണങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ടെർബോ സി ആണ്. സിയിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ സോഴ്സ് പ്രോഗ്രാം എന്നും അത് കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ ഒബ്ജക്റ്റ് പ്രോഗ്രാം എന്നും പറയുന്നു. ഒരു സി പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുൻപ് കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് സിന്റാക്സ് എറർ ഉണ്ടെങ്കിൽ മെസ്സേജ് വിൻഡോയിൽ എറർ മെസ്സേജ് ലഭിക്കും. സി ഒരു പ്രൊസീജറൽ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ലാംഗ്വേജ് ആണ്. ഇതിൽ നൽകുന്ന കോഡ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ആദ്യം നൽകുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, രണ്ടാമത് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്യും. സി പ്രോഗ്രാമുകളെ ഇതുപോലെ സെക്ഷനുകളായി തിരിക്കാം. ഡോക്യുമെന്റേഷൻ സെക്ഷൻ, ലിങ്കേജ് സെക്ഷൻ, ഡെഫിനിഷൻ സെക്ഷൻ, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ, മെയിൻ ഓഫ് ഫംഗ്ഷൻ സെക്ഷൻ, സബ് പ്രോഗ്രാം സെക്ഷൻ എന്നിവയാണ് അത്. ഇതിൽ മെയിൻ ഓഫ് ഫംഗ്ഷൻ സെക്ഷനെ ഡിക്ലറേഷൻ പാർട്ട് എന്നും എക്സിക്യൂട്ടബിൾ പാർട്ട് എന്നും രണ്ടായി തരം തിരിക്കാം. സബ് പ്രോഗ്രാം ഫംഗ്ഷനിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നൽകാം. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഉപയോഗിച്ച് ഓരോ സെക്ഷനും കാണാം. അതിനു മുൻപ് പ്രോഗ്രാമിൽ എങ്ങനെ കമന്റ് നൽകാം എന്ന് നോക്കാം. പ്രോഗ്രാമിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നൽകാനാണ് കമന്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ലെറ്റേഴ്സിന്റെ കളർ ഫെയ്ഡ് ചെയ്തിട്ടാണ്. തുടക്കത്തിൽ ഒരു സ്ലാഷും സ്റ്റാറും അവസാനം ഒരു സ്റ്റാറും സ്ലാഷും നൽകിയിരിക്കുന്നു. ഇങ്ങനെയാണ് സിയിൽ കമന്റ് നൽകുന്നത്. ഇങ്ങനെ നൽകിയിരിക്കുന്ന വരികൾ പ്രോഗ്രാമിന്റെ എക്സിക്യൂട്ടബിൾ പാർട്ട് അല്ല എന്ന് കമ്പൈലറിനോട് പറയുകയാണ് ചെയ്യുന്നത്. സാധാരണ കമന്റ് ചെയ്യുന്നത് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇനി നമുക്ക് ഓരോ സെക്ഷനും കാണാം. ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുക. 3 നമ്പർ ആഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇത്. ഇവിടെ കമന്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഡോക്യുമെന്റേഷൻ സെക്ഷൻ. പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓതറിന്റെ പേര്, പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നൽകാം. കമന്റിനുള്ളിലാണ് ഇത് നൽകേണ്ടത്. അതിനു താഴെയാണ് ലിങ്കേജ് സെക്ഷൻ. അവിടെ ഹെഡർ ഫയലിന്റെ പേരാണ് നൽകുന്നത്. സിയിൽ ഉപയോഗിക്കുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകൾ ഹെഡർ ഫയലിലാണ് ഉള്ളത്. പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അവയെ കൂടി ചേർത്ത് കമ്പൈൽ ചെയ്യാനാണ് ഇവിടെ ഹെഡർ ഫയൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു താഴെയാണ് മെയിൻ ഓഫ് ഫംഗ്ഷൻ സെക്ഷൻ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ പ്രോഗ്രാം എഴുതുന്നത്. ഇതിന്റെ ആദ്യ ഭാഗത്ത് വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവ ഡിക്ലെയർ ചെയ്യും. അതാണ് ഡിക്ലറേഷൻ പാർട്ട്. അതിനു താഴെ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് നൽകും. അതാണ് എക്സിക്യൂട്ടബിൾ പാർട്ട്. മെയിൻ ഓഫ് ഫംഗ്ഷനു താഴെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. അവിടെ നമ്മൾ മെയിൻ ഓഫ് ഫംഗ്ഷനിൽ എന്തെങ്കിലും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നൽകാം. ഇത്രയുമാണ് സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ. ഒരു ചെറിയ പ്രോഗ്രാമിന്റെ സ്ട്രക്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി സിയിലെ ഐഡന്റിഫൈസ് എന്താണെന്ന് നോക്കാം.